യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മദ്യവും മറ്റു മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്നുള്ള മോചനവും വെറും മനോബലത്തിൻ്റെ ഫലമല്ല. ഇതിൽ നിന്നുള്ള മോചനം ദൈവകൃപയുടെയും മാനസാന്തരത്തിൻ്റെയും സമൂഹത്തിൻ്റെ പിന്തുണയുടെയും ജീവിത പരിവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ദൈവവചനം മനുഷ്യനെ ദൈവത്തിങ്കലിലേക്കും തിരിച്ചുവരവിലേക്കും ആത്മപരിശോധനയിലേക്കും വിളിക്കുന്നു. പാപവും മനുഷ്യ ദൗർബല്യവും ബൈബിൾ അംഗീകരിക്കുമ്പോഴും ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വ്യക്തമാക്കി തരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുമെന്ന്. ലഹരിയിൽ നിന്നുള്ള മോചനത്തിൽ നിന്ന് ദൈവിക സൗഖ്യം ആവശ്യമാണ്. അതായത് ദൈവത്തിന് കീഴടങ്ങുക എന്നതാണ് ലഹരിയിൽ നിന്നുള്ള മോചനമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നമ്മൾ സ്വയം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ദൈവത്തെ ആശ്രയിക്കുന്നത് വഴിയാണ് ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നുള്ള സൗഖ്യം ഉണ്ടാവുകയുള്ളൂവെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും അനുരഞ്ജനം എന്ന കുദാശയിലൂടെയും മാനസാന്തരത്തിലൂടെയും ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തി ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരിക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആത്മനിയന്ത്രണം പാലിക്കുക. ലഹരിയിൽ നിന്നുള്ള മോചനത്തിനായി സമൂഹത്തിൻ്റെ പങ്കും ബൈബിൾ ഊന്നി പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പരസ്പര സഹായത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിശദമാക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നത് വഴി പ്രത്യാശ കൈവരിക്കുവാൻ സാധിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും അതുവഴി പ്രാർത്ഥനയിലും മാനസാന്തരത്തിലും ജീവിച്ചുകൊണ്ട് എല്ലാവിധ ലഹരിയിൽ നിന്നും മോചനം നേടുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.